നമസ്കാരം. വൈറ്റ് ഹൗസിന് പുറത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും തമ്മിൽ മറൈൻ വൺ ഹെലികോപ്റ്ററിനുള്ളിൽ വെച്ച് നടന്ന സംഭാഷണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി സൗത്ത് ലോണിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മറൈൻ വണ്ണിന്റെ ജനാലയിലൂടെ ദൃശ്യമായ ഈ വിരൽ ചൂണ്ടിയുള്ള ആശയവിനിമയം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത്. ട്രംപ് മെലാനിയയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതും പ്രഥമ വനിത തലയാട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ സംഭവത്തെ മുമ്പ് വിമാനത്തിൽ വെച്ച് തർക്കത്തിലായതായി കരുതുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും ഭാര്യ ബ്രിജിറ്റും തമ്മിലുള്ള തർക്കവുമായി ചിലർ താരതമ്യം ചെയ്യുന്നുണ്ട്. UN പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ദമ്പതികൾ തമ്മിൽ ഹെലികോപ്റ്ററിനുള്ളിൽ നടന്ന ഈ സംഭാഷണം ഒരു ആഭ്യന്തര തർക്കമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഗൗരവകരമായ ഒരു വിഷയമായിരുന്നോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം. എന്നാൽ ഈ സംഭാഷണം ദമ്പതികൾ തമ്മിലുള്ള വ്യക്തിപരമായ വഴക്കായിരുന്നില്ല എന്നാണ് ലിപ് റീഡർമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ന്യൂയോർക്കിൽ നടന്ന 80ാമത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഇരുവരും UN ആസ്ഥാനത്ത് വെച്ച് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന എസ്കലേറ്റർ ഗേറ്റ് എന്ന സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നാണ് ലിപ് ലീഡർമാർ വിശകലനം ചെയ്തിരിക്കുന്നത്. ഫോറൻസിക് ലിപ് ലീഡറായ ജെറമി ഫ്രീമാൻ ഡേലി മെലിനോട് പറഞ്ഞത് ട്രംപ് മെലാനിയെ വിമർശിക്കുകയായിരുന്നില്ല, മറിച്ച് US ആസ്ഥാനത്തെ ആ കപട നാടകങ്ങളെയാണ് വിമർശിച്ചത് എന്നാണ്. എസ്കലേറ്റർ തകരാറിലായതിനെക്കുറിച്ച് മെലാനിയ ട്രംപിനോട് നീ വെറുതെ തുറന്നതേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു. അതിന് അദ്ദേഹം അത് അവിശ്വസനീയമായിരുന്നുവെന്നും നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയുമെന്ന് മറുപടി നൽകുകയും ചെയ്തതായി ലിപ് ലീഡർമാർ ഡീകോഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ബ്രിട്ടീഷ് ലിപ് ലീഡറായ നിക്കോള ഹിംഗ്ലിംഗ് പറയുന്നത് ട്രംപ് തന്റെ ഭാര്യയെ സന്ദർശിക്കുകയായിരുന്നു എന്നാണ്. എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല, അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ട്രംപ് പറഞ്ഞതായി വ്യക്തമാക്കി. അങ്ങനെ പലതരത്തിലുള്ള ലിപ് ലീഡർമാർ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 23-ന് UN ആസ്ഥാനത്ത് പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ എത്തിയപ്പോൾ ദമ്പതികൾ ഉപയോഗിച്ച എസ്കലേറ്റർ പെട്ടെന്ന് നിന്നതാണ് എസ്കലേറ്റർ ഗേറ്റ് എന്നറിയപ്പെടുന്ന സംഭവത്തിന് പ്രധാന കാരണം. ട്രംപിന് മുന്നിലായി നിന്നിരുന്ന മെലാനിയ ഈ സമയം ഇടറി വീഴാൻ പോകുന്നതും കൈവരിയിൽ മുറുകെ പിടിച്ച് രക്ഷപ്പെടുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. സംഭവം തികച്ചും അട്ടിമറിയാണെന്ന് ട്രംപ് പരസ്യമായി അവകാശപ്പെടുകയും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്കലേറ്ററിന് തൊട്ടു മുന്നിലുണ്ടായിരുന്ന ട്രംപിന്റെ വീഡിയോഗ്രാഫർ യന്ത്രത്തിന്റെ സുരക്ഷാ സംവിധാനം അബദ്ധത്തിൽ പ്രവർത്തനക്ഷമമാക്കിയതാണെന്ന് എസ്കലേറ്റർ നിൽക്കാൻ കാരണമെന്നാണ് UN വക്താവ് പറയുന്നത്. എന്തായാലും മറൈൻ വണ്ണിലെ ദൃശ്യങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള വഴക്കായി പ്രചരിച്ചുവെങ്കിലും അത് UN-ൽ തങ്ങൾക്ക് നേരിട്ട അപകടത്തെക്കുറിച്ചുള്ള ആശങ്കയും അമർഷവുമായിരുന്നുവെന്നാണ് പിന്നീട് വ്യക്തമാകുന്നത്. സംഭവം തികച്ചും അട്ടിമറിയാണ് എന്ന ട്രംപിന്റെ ആരോപണം UN അധികൃതർ നിഷേധിച്ചുവെങ്കിലും ലോക നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ആശങ്കയാണ് ഈ സംഭാഷണത്തിന്റെ കാതൽ. ചുരുക്കത്തിൽ മറൈൻ വണ്ണിലെ ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതുപോലെ ഒരു വൈകാരിക തർക്കമായിരുന്നില്ല, മറിച്ച് ഒരു സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള 1-ാം നമ്പർ ദമ്പതികളുടെ ഗൗരവകരമായ പ്രതികരണം മാത്രമായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് തത്വമയി TV.